ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മിക്സി ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 10-12ഓളം അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1-1.5 ടീസ്പൂൺ വരെയൊക്കെ കുരുമുളകും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് അടന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുണ്ടല്ലോ 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് ഒരു മസാല പോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണം നമ്മൾ ചിക്കൻ ഇട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി വെക്കാൻ വേണ്ടി ഒരു 2-3-4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ആ ഒരു തൈരും വിനാഗിരിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു 4 ലെഗ് പീസും 2 തൈ പീസും പിന്നെ അതുപോലെ തന്നെ 4 വിങ്സുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മസാല പുരട്ടി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഫ്രീസറിൽ വെക്കുന്നില്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ താഴത്തെ ആ ഒരു ചെറിയൊരു കൂളിങ്ങിൽ ഇരുന്നിട്ട് നന്നായിട്ട് സെറ്റായി കിട്ടിക്കോളും. അതൊന്നും അവിടെ ഇരിക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിത് ചിക്കൻ കറിയും തയ്യാറാക്കിയിട്ടെടുക്കാം. ചിക്കൻ കറി നമ്മൾ ഇപ്പം കഴിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിച്ചില്ലെങ്കിലും അത്താഴത്തെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവുന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 3 സവാള ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടാണ് ഈ ഒരു സവാള ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് റെഡിയാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അത് അടച്ചൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതായത് ഇതിലേക്ക് ഒരു 5-7 ടല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 3-4 പച്ചമുളകും ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു പീസ് ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി, എണ്ണ കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊരു 3/4 കിലോളം ചിക്കൻ ഉണ്ടായിരുന്നേ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു 12 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പൊന്ന് മാറ്റി എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അടപ്പുകൊണ്ട് അടച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചങ്ങ് വയ്ക്കും. പിന്നെ ഒരു 10-20 മിനിറ്റ് അങ്ങനെ അങ്ങ് വെച്ചിരിക്കും. ആ ഒരു ടൈമിൽ ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ചിക്കനൊക്കെ നന്നായിട്ട് പാകമായിട്ട് കുക്കായിട്ട് കിട്ടും. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അവസാനം വേണമെങ്കിൽ മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ നോമ്പ് തുറക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് നമുക്ക് ഒരു എന്തെങ്കിലും ജ്യൂസ് തയ്യാറാക്കി എടുക്കണമല്ലോ. ജ്യൂസ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചാലും മത്തങ്ങ ഒന്ന് അരിഞ്ഞെടുത്ത് തന്നെ പിന്നെ പ്ലാൻ മാറ്റിയിട്ട് റൂഹബ്സ് ആക്കി കേട്ടോ. പിന്നെ ഞാൻ അതാ ചെറുതായിട്ട് കുനുകുനാന്ന് വലിയ കുരുവില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു തണിമത്തങ്ങയിലോട്ട് ഐസ് ക്യൂബ്സും പിന്നെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പാല് തിളപ്പിച്ച് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് അതും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് റൂഹബ്സ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു സ്മെല്ലിനും ഒരു മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓൾറെഡി നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് മധുരത്തിന്. പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. അത്രയുള്ള സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ടേബിളിലോട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. കട്ട് ഫ്രൂട്ട്സും പിന്നെ ഒരു ഫ്രൈഡ് ഐറ്റംസും ജ്യൂസൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. നോമ്പ് തുറയും കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു, രാത്രിത്തെ നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിന് ഇൻസ്റ്റൻറ്റ് പൗഡർ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു പൊടിയിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കും. എല്ലാ പീസും ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ എണ്ണ ഒന്ന് ചൂടാവാനായിട്ട് ഒരു കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. എണ്ണ ഒഴിച്ചൊന്ന് വെക്കുന്നുണ്ട് ചൂടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചെറിയൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഈ നമ്മൾ നേരത്തെ മാവ് ഡിപ്പ് ചെയ്ത് വെച്ചാൽ ഓരോ പീസും ആ ഒരു വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു മാവിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് അമർത്തി ഒന്ന് കോട്ട് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് അവസാനം ഇട്ട സമയത്ത് ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് ആ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം, പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ അതുപോലെ തന്നെ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ ഒരു KFC ഒക്കെ, അതുപോലെ അങ്ങനെ ഫ്ലേക്ക് ആയിട്ടൊന്നും കിട്ടില്ല. ജസ്റ്റ് ഒരു പുറത്തൊരു നല്ലൊരു കോട്ടിങ് കിട്ടും. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ ഏതാണ്ട് നമ്മൾ ആ ഒരു KFC കഴിച്ചിട്ട് അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പുറത്തുള്ള കോട്ടിന് ആ ഒരു സംഭവം ആ ഒരു ഫ്ലേക്ക് പോലെ കിട്ടില്ല. നോർമൽ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ച് അതുപോലെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു 2 പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തത്. അത്യാവശ്യം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അത്താഴത്തിൻ്റെ ആ ഒരു സീനാണ് കേട്ടോ. അപ്പവും ചിക്കൻ കറിയാണ് നമ്മൾ തയ്യാറാക്കി വെച്ചത്. പിന്നെ ചായയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ചെറിയൊരു വ്ളോഗും റെസിപ്പിയൊക്കെയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.